ക്രിസ്റ്റി മാത്യൂസ് എന്നൊരു വ്യക്തി എഴുതിയ ഒരു വരിയാണ്. സർ, ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതെല്ലാം, സാറ് ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതെല്ലാം സത്യമാണ്. സത്യം പറയട്ടെ സർ, ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ്. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ്. ഇത് ക്രിസ്റ്റി മാത്യൂസ് പറഞ്ഞ യൂട്യൂബിലെ കമൻ്റാണ്. ഇത് വേറൊരു രീതിയിലാണ് സാമുവൽ കൂടൽ പറഞ്ഞത്. അതുപോലെ വേറൊരു രീതിയിൽ തോമസ് കണ്ടത്തിൽ പറയുകയുണ്ടായി. പച്ചയ്ക്ക് യൂട്യൂബിലുണ്ടതെല്ലാം. ഇത് തന്നെ വേറെ ഒരു രീതിയിൽ ഇതേ കാര്യം തന്നെയാണ് തോമസ് മുറ്റത്തുകുന്നേൽ പറഞ്ഞിരിക്കുന്നത്. ഇത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ എത്ര പേരായി ഇത് മനസ്സിലാക്കുന്നത്? ഞാൻ നിങ്ങളോട് പറയുന്നു, ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഓഫ് ജീസസ്. യേശുവിനെ കച്ചവടം നടത്തുകയാണ്, യഹോവയെ കച്ചവടം നടത്തുകയാണ്, ബൈബിള് കച്ചവടം നടത്തുകയാണ്, കുരിശ് കച്ചവടം നടത്തുകയാണ്, മതത്തെയും പള്ളിയെയും കച്ചവടം നടത്തുകയാണ്. ഏതൊക്കെ ലെവലിൽ സാധിക്കോ. ആശുപത്രിയിൽ പോയാൽ രോഗികളാണ് കസ്റ്റമേഴ്സ്. ഇപ്പൊ പറഞ്ഞതിൻ്റെ കസ്റ്റമേഴ്സ് രോഗികളാണ്. ഈ മതവും മതത്തിൻ്റെതും അവിടെ മാർക്കറ്റ് ചെയ്യാം. രാഷ്ട്രീയത്തിൽ പോയാൽ CPM ആണ് കസ്റ്റമേഴ്സ്, അല്ലെങ്കിൽ BJP ആണ്, അല്ലെങ്കിൽ കോൺഗ്രസ് ആണ് അവരുടെ കസ്റ്റമേഴ്സ്. അവിടെ ഈ മതവുമായിട്ട് ബന്ധപ്പെട്ടത് കച്ചവടം നടത്തുക. പിന്നെ പാവപ്പെട്ടവരുടെ വീട്ടിൽ പോയാൽ അവിടെയുള്ള ട്രൈബൽസ്, ആ കാട്ടുവർഗക്കാരാണ് ഇവരുടെ കസ്റ്റമേഴ്സ്. അവിടെ അത് കച്ചവടം നടത്തുക. ഓഫീസുകളിൽ പോയാൽ അവിടെ അത് കച്ചവടം നടത്തുക. ഹാർട്ട് സർജന്, ഹാർട്ട് പേഷ്യൻ്റാണ് അവരുടെ കസ്റ്റമർ മതം വിൽക്കാനായിട്ട്. സ്കൂളിൽ പോയാൽ വിദ്യാർത്ഥികളാണ് ഇവരുടെ കസ്റ്റമേഴ്സ്. കോളേജിൽ പോയാൽ കോളേജിലെ സ്റ്റുഡൻസും അധ്യാപകരുമാണ് ഈ ക്രിസ്ത്യാനിറ്റി മാർക്കറ്റ് ചെയ്യാനുള്ള കസ്റ്റമേഴ്സ്. അങ്ങനെ കുറേ അധികം മൾട്ടി ലെവൽ ബിസിനസ്സാണ്. കുറച്ചു കാലത്തേക്ക് ഇത് നടക്കും. അതിനകത്ത് നിന്ന് ഇനി എതിർക്കാൻ ആൾക്കാർ നല്ല രീതിയിൽ വരുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഈ മൾട്ടി ലെവൽ ബിസിനസ് തകരും. ഹിന്ദു ധർമ്മം മൾട്ടി ലെവൽ ബിസിനസ്സിലേക്ക് പോവണ്ട. ഇന്നത്തെ രാത്രി സന്ദേശത്തിൽ നിങ്ങൾ സകല ഹിന്ദുക്കളെയും പഠിപ്പിക്കുക, ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഈ പാപികളാണെന്ന് വിളിക്കുന്നത് തന്നെ മൾട്ടി ലെവൽ ബിസിനസ്സിന് വേണ്ടിയിട്ടാണ്. യേശുക്രിസ്തു അവിടുത്തെ നിയമം ലംഘിച്ചതിനാണ് അദ്ദേഹത്തിനെ കുരിശിലേറ്റിയത്. പകരം അദ്ദേഹത്തിന്, നിങ്ങളുടെ പാപത്തിനാണ് അദ്ദേഹത്തിനെ കുരിശിലേറ്റിയത് എന്ന് പറയുന്നത് മൾട്ടി ലെവൽ ബിസിനസ്സാണ്. ഒരിക്കലും മരിക്കാത്ത യേശുക്രിസ്തു, ഒരിക്കലും കുരിശിൽ മരിക്കാത്ത യേശുക്രിസ്തു കുരിശിൽ മരിച്ചു എന്ന് പ്രഖ്യാപിച്ചത് ദുഃഖവെള്ളിയാഴ്ച. അത് മൾട്ടി ലെവൽ ബിസിനസ്സിന് വേണ്ടിയിട്ടാണ്. മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നതും അതേ മൾട്ടി ലെവൽ ബിസിനസ്സിന് വേണ്ടിയിട്ടാണ്. അദ്ദേഹം ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് പോയി എന്ന് പറയുന്നതും അതേ മൾട്ടി ലെവൽ ബിസിനസ്സിനാണ്. അദ്ദേഹം വന്നത് ഇന്ത്യയിലാണെങ്കിലും സെന്റ് തോമസ് ഇവിടെ വന്നു എന്ന പച്ച കള്ളം പറയുന്നത് മൾട്ടി ലെവൽ ബിസിനസ്സിനാണ്. 59,000 ഹിന്ദുക്കളെ മതപരിവർത്തനം ചെയ്യാൻ വിസമ്മതിച്ച ഹിന്ദുക്കളെ കൊന്ന സെയിന്റ് ഫ്രാൻസിസ് സേവിയർ എന്ന കൊലയാളിക്ക് ഈ കേരളം മുഴുവനും പള്ളി ഉണ്ടാക്കുന്നത് മൾട്ടി ലെവൽ ബിസിനസ്സാണ്. അയാളുടെ ഒരു കയ്യിൻ്റെ കഷ്ണം സ്വിറ്റ്സർലൻഡിലേക്കും കാനഡയിലേക്കും കൊണ്ടുപോകുന്നു എന്നൊരു ഓൺലൈൻ ചാനലിൽ വായിച്ചു. അതും മൾട്ടി ലെവൽ ബിസിനസ്സിന് വേണ്ടിയിട്ടാണ്. ഈ ഭ്രാന്തി എന്ന മുദ്രകുത്തി മുറിക്കകത്ത് പൂട്ടിയിരുന്ന അൽഫോൺസാമ്മയെ, 60 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച അൽഫോൺസാമ്മയെ പുണ്യവാളത്തിയാക്കിയത് മൾട്ടി ലെവൽ ബിസിനസ്സിന് വേണ്ടിയിട്ടാണ്. കള്ളക്കടത്തുകാരുടെയും കരിഞ്ചന്തക്കാരുടെയും കൂടെ നടന്ന്
കൽക്കട്ടയെ ഏറ്റവും വൃത്തികെട്ട നഗരമെന്ന് ലോകത്തെ അറിയിച്ച് അത് സ്ലമ്മിൻ്റെയും നികൃഷ്ടതയുടെയുമാണെന്ന് വരുത്തി തീർത്ത് മദർ തെരേസ എന്ന ഈ രാഷ്ട്രത്തെ ദ്രോഹിച്ച ഒരു സ്ത്രീ 29,000 പേരെ മരണത്തിലേക്ക് നയിച്ച് ഞാൻ സെയിന്റ് പീറ്ററുടെ ടിക്കറ്റ് കൊടുത്തു എന്ന് പറഞ്ഞ് അവര് ഇപ്പൊ വിശുദ്ധയായതും നോബൽ സമ്മാനം കിട്ടിയതും ഭാരതരത്ന പിടിച്ചു മേടിച്ചതും മൾട്ടി ലെവൽ ബിസിനസ്സിന് വേണ്ടിയിട്ടാണ്. മൾട്ടി ലെവൽ ബിസിനസ്സിന് വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ളതൊക്കെ ചെറിയ ചെറിയ കാര്യം. ഏതായാലും ക്രിസ്റ്റി മാത്യൂസ്, ജോർജ് ക്രിസ്റ്റി അല്ല, ക്രിസ്റ്റി മാത്യൂസും അതുപോലെ തന്നെ തോമസ് മുറ്റത്തുകുന്നേലും അങ്ങനെയുള്ളവരെല്ലാം, പിന്നെ ജോൺ ഐ, ഷീല മാത്യു, ധാരാളം ഡൊമിനിക് ഐസക്, ഇവരെല്ലാം യൂട്യൂബിൽ കമന്റ് ചെയ്യുന്നുണ്ട്. ഇവർക്ക് എല്ലാവർക്കും ഒന്നേ പറയാനുള്ളൂ, ഒന്നില്ലെങ്കിൽ സന്ദേശമായിട്ട്, ഇൻഡയറക്റ്റ് മെസ്സേജ് ആയിട്ട്, അല്ലെങ്കിൽ ഡയറക്റ്റ് മെസ്സേജ് ആയിട്ട്, ഇതെല്ലാം യേശുവിനെയും യഹോവയെയും കുരിശും ബൈബിളും പള്ളിയും അൾത്താരയും ലോഹയും കന്യാസ്ത്രീകളുടെ ഡ്രസ്സും ഇവർ നടത്തുന്ന വിദ്യാലയങ്ങളും ആശുപത്രികളും ആശ്രമങ്ങളും പഠന കേന്ദ്രങ്ങളും സെമിനാരികളുമെല്ലാം മൾട്ടി ലെവൽ ബിസിനസ്സാണ്. അത് തിരിച്ചറിഞ്ഞപ്പോൾ വികസിത രാഷ്ട്രങ്ങൾ ആ ബിസിനസ് അങ്ങോട്ട് നിർത്തിച്ചു. പള്ളികൾ ഫോർ സെയിൽ എന്ന് ഇന്നലെ ഒരു ക്രിസ്ത്യൻ എഴുതിയിട്ടുണ്ട്. സാറ് വെറുതെ ഇന്റർനെറ്റിൽ ചർച്ച് ഫോർ സെയിൽ എന്നുള്ളത് ഒന്ന് അന്വേഷിച്ചാൽ എത്രായിരം പള്ളികളാ വിൽക്കാനുള്ളത് എന്ന് കിട്ടും. ടെമ്പിൾസ് ഫോർ സെയിൽ എന്നുള്ളത് ഒന്ന് അടിച്ചു നോക്കാം, അപ്പൊ എത്ര കിട്ടും എന്നുള്ളത് മനസ്സിലാവും. ചർച്ച് ഫോർ സെയിൽ എത്ര കിട്ടുന്നു, ടെമ്പിൾസ് ഫോർ സെയിൽ എത്ര കിട്ടുന്നു. ഹിന്ദു ധർമ്മം മൾട്ടി ലെവൽ ബിസിനസ് ആക്കരുത്, പക്ഷേ അത് അറിയാനും അറിയിക്കാനുമുള്ള ടൂളാക്കുക. ഇതിനെ കൗണ്ടർ ചെയ്യാൻ അതേ പറ്റുള്ളൂ. പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കാം. ആരെയും കാത്തു നിൽക്കണ്ട, ഒറ്റയ്ക്ക് ചെയ്യുക, കുടുംബാംഗങ്ങളും ചേർത്ത് ചെയ്യുക. പ്രണാമം.